ഞാൻ പറഞ്ഞല്ലേ തമന്റെ മ്യൂസിക് കിടിലായി. ഇമ്രാൻ ഹാഷ്മി വില്ലൻ, എന്റെ ദൈവം. ആ പുള്ളി ബോംബെക്ക് എത്തി. ഒരു ടീമും ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പവർ സ്റ്റാർ പവൻ കല്യാൺ, ദേ കോൾ ഹിം OG എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. നമ്മുടെ പ്രഭാസിൻ്റെ സാഹോ ഒക്കെ സംവിധാനം ചെയ്ത സുജീത് ആണ് ഇതിൻ്റെ സംവിധായകൻ. ആൻഡ് തമൻ എസ് ആണ് മ്യൂസിക്. നമ്മുടെ ഡാക്കു മഹാരാജ് പോലത്തെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്ന ആശാൻ്റെ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ദേ കോൾ ഹിം OGയുടെ ഹിന്ദി ട്രെയിലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. തെലുങ്ക് ഡയറക്റ്റ്ലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റീകണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഹിന്ദി കാണാമെന്ന് വിചാരിച്ചു. ബോംബെ ആണ് സെറ്റപ്പ്. ഗ്യാങ്സ്റ്റർ ഫിലിം ആയിരിക്കും. ആ വെടിയും പോകുകയും സത്യനാരായണ, DVV എൻ്റർടൈൻമെൻറ്റ്. RRR അടുത്ത് DVV എൻ്റർടൈൻമെൻറ്റ്. അർജുൻ ദാസും ഉണ്ടോ സിനിമയില്? അർജുൻ ദാസ് ഇപ്പൊ തെലുങ്കിലേക്ക് എത്തിയോ? ഓഹോ. സുദേവ് നായർ, ഓക്കെ, മലയാളി സാന്നിധ്യം ഉണ്ട്. ആ ഞാൻ പറഞ്ഞല്ലേ തമന്റെ മ്യൂസിക് കിടിലായി. ഇമ്രാൻ ഹാഷ്മി വില്ലൻ, എന്റെ ദൈവമേ, പൊളി. ഇമ്രാൻ ഹാഷ്മി സ്വാഗാണ്. ആ ബിൽഡപ്പ് ശരിക്കും ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് മോനെ. ഓ പഴയ ഗ്യാങ്സ്റ്റർ റിട്ടേണിംഗ് ആണോ? ആയിരിക്കും. ജാപ്പനീസ് വാർഡൊക്കെ ഉണ്ടല്ലോ. ജാപ്പനീസ് ഇതൊക്കെ ഉണ്ടല്ലോ. വെയിറ്റ് ഗ്യാങ്സ്റ്റർ ടെംപ്ലേറ്റ് തന്നെയാണ്, പക്ഷേ പുള്ളി എന്താ ജാപ്പനീസ് കാർട്ടലിലെ ഗ്യാങ്സ്റ്റർ ആണോ? അതോ നീ പോയിട്ട് ഈ തഗ് ലൈഫ് പോലെയൊക്കെ എന്തായാലും നോക്കാം. ഇതുവരെ വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തായാലും പൊളിയായിരിക്കും. ഓക്കെ, സോ സംവൺ റിട്ടേൺസ് ആൻഡ് ഇമ്രാൻ ഹാഷ്മിയെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അത് തന്നെയാണ് സംഭവം. പഴയൊരു ഗ്യാങ്സ്റ്റർ തിരിച്ചു വരുന്നു. ആ പുള്ളി ബോംബെക്ക് എത്തി. ഒരു ടീമും ഉണ്ട്. കട്ട ആക്ഷനാണ്, വയലൻസ് ആണെന്ന് തോന്നുന്നു. ജാപ്പനീസ് ഓടൊക്കെ വരുന്നുണ്ടല്ലോ. ദേ കോൾ ഹിം OG. മ്യൂസിക് ഇടയ്ക്ക് വൈറലായെന്ന് തോന്നുന്നു, കേട്ട പോലെ തോന്നുന്നു. എൻ്റെ അമ്മേ, ഇതെന്താണിത്? റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സുജീത്. എല്ലാം ഓക്കെ. അവസാനം കുറച്ചൊന്ന് പുള്ളിക്ക് പിന്നെ ആ ഒരു സൈക്കോ സെൻസ് ആയതിൻ്റെ ആണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഇത് പക്ഷെ മറ്റേ ലാസ്റ്റ് വിജയുടെ ഗോട്ടിലുള്ള പോലെ അല്ലേ? എന്തായാലും ഹിറ്റ് ഓർ മിസ്. എന്തായാലും പടം മിനിമം ഒരു റൈറ്റിങ്ങും എല്ലാ സാധനം, സിനിമാറ്റിക് എക്സ്പീരിയൻസ് സൂപ്പറായിരിക്കും. കാര്യം തമൻ കലക്കി പൊളിക്കും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കേസിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ഒരു ഡീസൻറ്റ് വാച്ച് ആണെങ്കിൽ സിനിമ എന്തായാലും ബ്ലോക്ക് ബസ്റ്ററാണ്. അല്ലെങ്കിൽ ഹരഹര മീരവല്ലു പോയ പോലെ അങ്ങ് പോകാനാണ് ചാൻസ്. എന്തായാലും മ്യൂസിക് ട്രാക്ക് ഇസ് റിയലി ഗുഡ്. അത് ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഇമ്രാൻ ഹാഷ്മി ഉണ്ട്, സുദേവ് നായരുണ്ട്. നമ്മുടെ ഒരു പാൻ ഇന്ത്യൻ പോലെ എല്ലായിടത്തുനിന്നും പെറുക്കി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഗ്യാങ്സ്റ്റർ പടം. അതിൽ കൂടുതൽ എനിക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും പണ്ടുണ്ടായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ വീണ്ടും തിരിച്ചു വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ജാപ്പനീസ് ആളെന്താ ഇനി മറ്റേ തഗ് ലൈഫ് പോലെ യക്കൂസൊക്കെ ആവുമോ? ഈശ്വര, കണ്ടറിയാം. എനിവേയ്സ്, ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഡീസൻറ്റ് ട്രെയിലർ.
സിനിമ 25th റിലീസ്. അവർ ജസ്റ്റ് 2 days ബിഫോർ, അതായത് ഇന്നലെയാണ് ട്രെയിലർ റിലീസ് ചെയ്തെന്ന് തോന്നുന്നു. എനിവേസ് നൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഓൾസോ. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ